ശ്രീ സേവ്യർ ചിറ്റിലപ്പള്ളി, ബഹുമാനപ്പെട്ട ആരോഗ്യ ദേവസ്വം വകുപ്പ് മന്ത്രി. സർ, 4.5 വർഷത്തെ അക്കാദമിക പഠനവും 1 വർഷത്തെ ഹൗസ് സർജൻസിയും അടങ്ങുന്നതാണ് MBBS കോഴ്സ്. എന്നാൽ 5 വർഷത്തേക്കുള്ള ഫീസാണ് മിക്ക കോളേജുകളും വിദ്യാർത്ഥികളിൽ നിന്ന് ഈടാക്കി വരുന്നത്. MBBS കോഴ്സ് അതിൻ്റെ ദൈർഘ്യത്തിന് ഈടാക്കാവുന്ന ഫീസ് സംബന്ധിച്ച് വ്യക്തത വരുത്തിക്കൊണ്ട് ഈ ഏപ്രിൽ 7 ദേശീയ മെഡിക്കൽ കമ്മീഷൻ ഒരു പബ്ലിക് നോട്ടീസ് പ്രസിദ്ധീകരിച്ചിരുന്നു. ഇതുപ്രകാരം അക്കാദമിക വിദ്യാഭ്യാസം നടക്കുന്ന 4.5 വർഷ കാലയളവിലേക്ക് മാത്രമേ വിദ്യാർത്ഥികളിൽ നിന്ന് ഫീസ് ഈടാക്കാവൂ എന്ന കർശന നിർദ്ദേശം ദേശീയ മെഡിക്കൽ കമ്മീഷൻ പുറപ്പെടുവിച്ചിട്ടുണ്ട്. സ്വാശ്രയ മെഡിക്കൽ കോളേജുകൾ വിദ്യാർത്ഥികളിൽ നിന്നും അധികമായി ഈടാക്കിയിട്ടുള്ള ഫീസ് തുക ബന്ധപ്പെട്ട കോളേജുകൾ വിദ്യാർത്ഥികൾക്ക് തിരികെ നൽകിയെന്ന് ഉറപ്പുവരുത്തണമെന്ന് ദേശീയ മെഡിക്കൽ കമ്മീഷൻ സംസ്ഥാന മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അധികമായി ഈടാക്കിയ ഫീസ് തുക തിരിച്ചു നൽകണമെന്ന കമ്മീഷൻ്റെ ഉത്തരവ് അനുസരിക്കാൻ സ്വാശ്രയ മെഡിക്കൽ കോളേജുകൾ തയ്യാറായിട്ടില്ല. ഇത് നിയമവ്യവസ്ഥതയോടുള്ള വെല്ലുവിളിയാണ്. ഇതേസമയം തുടർന്നുള്ള വർഷങ്ങളിൽ 4.5 വർഷ കാലയളവിലേക്ക് മാത്രമേ വിദ്യാർത്ഥികളിൽ നിന്നും കോളേജുകൾ ഫീസ് ഈടാക്കുകയുള്ളൂ എന്നതുകൂടി നമുക്ക് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഏറെ ഉയർന്ന ഫീസ് കൊടുത്താണ് സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിൽ വിദ്യാർത്ഥികൾ പഠിക്കുന്നത്. 6 മാസത്തേക്ക് ഒരു വിദ്യാർത്ഥിയിൽ നിന്നും അധികമായി ഈടാക്കിയ ഫീസ് അതിൻ്റെ തുക തന്നെ ലക്ഷങ്ങൾ വരും. അധികമായി ഈടാക്കിയ തുക വിദ്യാർത്ഥികൾക്ക് തിരികെ ലഭിക്കേണ്ടതുണ്ട്. ഇതുകൂടാതെ ഹൗസ് സർജൻസി കാലഘട്ടത്തിൽ ന്യായമായ സ്റ്റൈഫൻഡ് ലഭ്യമാക്കേണ്ടതിൻ്റെ ആവശ്യകതയും സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്തെ മിക്ക സ്വാശ്രയ മെഡിക്കൽ കോളേജുകളും വളരെ തുച്ഛമായ തുകയാണ് ഹൗസ് സർജൻസിമാർക്ക് സ്റ്റൈഫൻഡായി നൽകിയിട്ടുള്ളത്. ഒപ്പിട്ട് വാങ്ങിയിട്ട് സ്റ്റൈഫൻഡ് കൊടുക്കാതിരിക്കുന്ന കോളേജുകൾ വരെ ഉണ്ട് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. സാർ, ദേശീയ മെഡിക്കൽ കമ്മീഷൻ നിഷ്കർഷിച്ച നിലയനുസരിച്ച് MBBS വിദ്യാർത്ഥികളിൽ നിന്നും 4.5 വർഷ കാലയളവിലേക്ക് മാത്രമേ കോളേജുകൾ ഫീസ് ഈടാക്കുകയുള്ളൂ എന്ന് ഉറപ്പുവരുത്തേണ്ട കാര്യത്തിലേക്കും സ്വാശ്രയ മെഡിക്കൽ കോളേജുകൾ അധികമായി ഈടാക്കിയിട്ടുള്ള ഫീസ് വിദ്യാർത്ഥികൾക്ക് തിരികെ നൽകിയെന്ന് ഉറപ്പുവരുത്തേണ്ട കാര്യത്തിലേക്കും ബഹുമാനപ്പെട്ട ആരോഗ്യ ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് ഇതിലൂടെ ഞാൻ ചെയ്യുന്നത്. മിനിസ്റ്റർ. നാഷണൽ മെഡിക്കൽ കമ്മീഷൻ 7/4/2006 പുറപ്പെടുവിച്ച CDN 13011/1/2026 കോർഡിനേഷൻ NMC പബ്ലിക് നോട്ടീസ് പ്രകാരം നാഷണൽ മെഡിക്കൽ കമ്മീഷൻ്റെ പരിധിയിൽ വരുന്ന മെഡിക്കൽ കോളേജ് സ്ഥാപനങ്ങൾ, സർവകലാശാലകൾ MBBS വിദ്യാർത്ഥികളിൽ നിന്നും അതുപോലെ MBBS കോഴ്സിൻ്റെ മുഴുവൻ കാലയളവായ 4.5 വർഷത്തിന് പകരം 5 വർഷത്തേക്കോ അല്ലെങ്കിൽ 5.5 വർഷത്തേക്കോ ഉള്ള മുഴുവൻ ഫീസും ഈടാക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഇത്തരം പ്രവണതകൾ MBBS പ്രോഗ്രാമിൻ്റെ നിർദ്ദിഷ്ട അക്കാഡമിക് ഘടനയ്ക്ക് അനുസൃതമല്ലെന്നും വ്യക്തമാക്കുകയുണ്ടായി. ആയതിനാൽ എല്ലാ മെഡിക്കൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും MBBS കോഴ്സിനുള്ള ഫീസ് നിർദ്ദിഷ്ട അക്കാഡമിക് കാലയളവായ 4.5 വർഷത്തേക്ക് മാത്രമേ ഈടാക്കാവൂ എന്ന് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ നിഷ്കർഷിക്കുകയുണ്ടായി. കൂടാതെ 7/4/2026 തീയതിയിലെ NMCയുടെ പബ്ലിക് നോട്ടീസിന് അനുസൃതമായി കേരളത്തിലെ കോളേജുകൾ ഈടാക്കിയ അധിക ഫീസ് തിരികെ നൽകുന്നതിന് അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ 6/6/2026 കത്ത് പ്രകാരവും നാഷണൽ മെഡിക്കൽ കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. സർ, കമ്മീഷൻ്റെ നിർദ്ദേശത്തിന് വിരുദ്ധമായി സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിൽ 5 വർഷത്തെ ഫീസ് ഈടാക്കുന്നതായി കാണിച്ച് നിരവധി നിവേദനങ്ങൾ സർക്കാരിന് ലഭിക്കുകയുണ്ടായി. സംസ്ഥാനത്തെ സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിലെ MBBS, MDS കോഴ്സുകളുടെ ഫീസ് നിരക്ക് നിശ്ചയിക്കുന്നതിനുള്ള അധികാരം 2017 കേരള മെഡിക്കൽ വിദ്യാഭ്യാസം സ്വകാര്യ മെഡിക്കൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കുള്ള പ്രവേശനം ക്രമപ്പെടുത്തലും നിയന്ത്രിക്കലും ആക്ട് പ്രകാരം നിലവിൽ വന്ന
ഫീ റെഗുലേറ്ററി കമ്മിറ്റിയിൽ നിക്ഷിപ്തമാണ്. സ്വാശ്രയ മെഡിക്കൽ കോളേജുകൾ സമർപ്പിക്കുന്ന അപേക്ഷകളുടെ വിശദാംശങ്ങൾ പരിശോധിച്ച് കമ്മിറ്റി തയ്യാറാക്കി അംഗീകരിക്കുന്ന ഫീസ് ഘടന സർക്കാർ ഉത്തരവായി പുറപ്പെടുവിക്കുകയാണ് ചെയ്യുന്നത്. നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ MBBS BDS കോഴ്സുകളുടെ പുതുക്കിയ ഫീസ് ഘടന ചർച്ച ചെയ്യുന്നതിനായി സ്വാശ്രയ മെഡിക്കൽ ഡെൻ്റൽ മാനേജ്മെൻറ്റ് പ്രതിനിധികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് 16/6/2026 എൻ്റെ ചേംബറിൽ ഒരു യോഗം ചേരുകയുണ്ടായി. പ്രസ്തുത യോഗത്തിൽ നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിൻ്റെ ആവശ്യകത മെഡിക്കൽ കോളേജ് മാനേജ്മെൻറ്റുകളെ ബോധ്യപ്പെടുത്തുകയുണ്ടായി. കൂടാതെ നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ നിർദ്ദേശത്തിനെതിരെ സ്വാശ്രയ മെഡിക്കൽ മാനേജ്മെൻറ്റുകൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കേസുകൾ അതിനുശേഷം ഫയൽ ചെയ്തു സാർ. മാത്രമല്ല മലങ്കര ഓർത്തഡോക്സ് സിറിയൻ ചർച്ച് മെഡിക്കൽ കോളേജ് കോലഞ്ചേരി പ്രസ്തുത വിഷയം സംബന്ധിച്ച് IA നമ്പർ 1/2026 നമ്പറിൽ ബഹുമാന ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരുന്നു. ആയിൽമേലുള്ള 19/6/26 ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവ് പ്രകാരം ഫീസ് തിരിച്ചു കൊടുക്കാനുള്ള 6/6/2026 നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ നിർദ്ദേശം 3 മാസത്തേക്ക് ഹൈക്കോടതി സ്റ്റേ ചെയ്തു. ഫ്രീ റെഗുലേറ്ററി കമ്മിറ്റി നിശ്ചയിച്ച ഫീസ് കേസിലെ പെറ്റീഷണറായ മലങ്കര ഓർത്തഡോക്സ് സിറിയൻ ചർച്ച് മെഡിക്കൽ കോളേജ് സെക്രട്ടറിക്ക് തൽക്കാലം വാങ്ങാവുന്നതാണെന്നും ബഹുമാനപ്പെട്ട ഹൈക്കോടതി കേസിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. സാർ, പ്രസ്തുത സാഹചര്യത്തിൽ നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ നിർദ്ദേശങ്ങൾക്കനുസൃതമായി MBBS BDS കോഴ്സുകളുടെ ഫീസ് ഘടന പുതുക്കി നിശ്ചയിക്കുന്നതിനായി ബന്ധപ്പെട്ട എല്ലാവരുമായി ചർച്ച നടത്തി ചില തീരുമാനങ്ങൾ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അതായത് ഈ വർഷവും അടുത്ത വർഷവും വാങ്ങുന്ന ഫീസുകൾ 4 വർഷത്തേക്ക് മാത്രമേ നടത്താൻ പാടുള്ളൂ എന്ന് കർശനമായിട്ടുള്ള നിർദ്ദേശം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതേ സമയത്ത് മുൻവർഷങ്ങളിൽ നൽകിയ ഫീസ് തിരിച്ചു നൽകുന്നതുമായിട്ടുള്ള കാര്യത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ തീരുമാനങ്ങൾക്ക് അനുസൃതമായി ഗവൺമെൻറ് നിലപാടെടുക്കുന്നു. ക്വസ്റ്റ്യൻ സാർ, ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാൻ അങ്ങയുടെ ഒരു അഭിപ്രായം കൂടി അറിയുന്നതിന് വേണ്ടിയാണ്. സ്വാശ്രയ കോളേജുകളിലെ ഹൗസ് സർജന്മാരുടെ സ്റ്റൈഫൻഡ് സർക്കാർ കോളേജിലെ സ്റ്റൈഫൻഡ് തുകയോട് ഏകീകരിക്കുന്നതിനും ന്യായമായ സ്റ്റേറ്റ്മെൻറ്റ് തുക സ്വാശ്രയ കോളേജുകളിലെ ഹൗസ് സർജന്മാർക്ക് ലഭിക്കുന്നതിനും വേണ്ടിയുള്ള ഒരു ഇടപെടൽ കൂടി അങ്ങയുടെ ഭാഗത്തുനിന്നുണ്ടാവുമോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും സാർ, നാഷണൽ മെഡിക്കൽ കമ്മീഷൻ്റെ മാർഗനിർദ്ദേശങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള തീരുമാനം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും.